ഈ മൊഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർട്ടാണ്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പം ഹാർട്ടിൻ്റെ കവറിങ് ആയിട്ടുള്ള പെരികാർഡിയം ഉണ്ട്. പെരികാർഡിയം ഈ പെരികാർഡിയം എന്ന് പറയുന്നത് അത് ഫൈബ്രോ സീറസ് ലെയറാണ്. അതായത് പുറത്ത് ഫൈബ്രസ് ലെയറും ഉള്ളിൽ സീറസ് ലെയറും ഉണ്ട്. ഈ സീറസ് ലെയർ പെറൈറ്റലുണ്ട്, വിസറലും ഉണ്ട്. അപ്പം ഇത് സീറസ് ലെയറാണ്. പുറത്ത് ഫൈബ്രസ് ലെയർ, ഉള്ളിൽ സീറസ് ലെയർ പെറൈറ്റൽ ലെയറുണ്ട്, വിസറൽ ലെയറുണ്ട്. അപ്പം ഹാർട്ടിൻ്റെ ഈ ഫൈബ്രസ് ലെയർ ഇത് ഡിറൈവ് ചെയ്യുന്നത് സെപ്റ്റം ട്രാൻസ്വേഴ്സം. ഈ സെപ്റ്റം ട്രാൻസ്വേഴ്സം എന്താണെന്നുള്ളത് എംബ്രിയോളജി പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സെപ്റ്റം ട്രാൻസ്വേഴ്സത്തിൽ തന്നെയാണ് നമ്മളെ സെൻട്രൽ ടെൻഡൺ ഓഫ് ഡയഫ്രം ഡെവലപ്പ് ചെയ്യുന്നത്. ഡയഫ്രത്തിൻ്റെ സെൻട്രൽ ടെൻഡോൺ ഡെവലപ്പ് ചെയ്യുന്ന സെപ്റ്റം ട്രാൻസ്വേഴ്സത്തിൽ നിന്ന്. ഇത് മീസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പിന്നെ ഉള്ള പെറൈറ്റൽ ലെയർ ഡെവലപ്പ് ചെയ്യുന്നത് പെറൈറ്റൽ ലെയർ ഓഫ് ലാറ്ററൽ മീസോഡേം. പെറൈറ്റൽ ലെയർ ഓഫ് ലാറ്ററൽ മീസോഡേം എന്നും വിസറൽ ലെയർ ഡെവലപ്പ് ചെയ്യുന്നത് വിസറൽ ലെയർ ഓഫ് ലാറ്ററൽ മീസോഡേം. അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അടുത്തത് ഇതിൻ്റെ നെർവ് സപ്ലൈയിലേക്ക് പോവുകയാണെങ്കിൽ വിസറൽ ലെയർ, അതായത് ഈ വിസറൽ പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ് സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഈ പെറൈറ്റൽ ലെയറും പുറത്തുള്ള ഫൈബ്രസ് ലെയറും ഇതിനെ രണ്ടും സപ്ലൈ ചെയ്യുന്നത് ഫ്രെനിക് നെർവാണ് സപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് ഏറ്റവും പുറത്തുള്ള ഫൈബ്രസ് ലെയർ. പിന്നെ പുറത്തുള്ള സീറസ് ലെയർ ഉണ്ട്. ഇവിടെയാണ് ഹാർട്ട് ട്യൂബ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രാ ഫൈബ്രസ് കാരണം ഫൈബ്രസ് ലെയറിന് ഉള്ളിലാണുള്ളത്. എന്നാൽ എക്സ്ട്രാ സീറസ് ലെയർ കാരണം സീറസ് ലെയർ പുറത്താണുള്ളത്. സോ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനസസിനെ കുറിച്ചാണ്. ഇതിൽ ട്രാൻസ്വേഴ്സ് പെരികാർഡിയൽ സൈനസ് ഉണ്ട്, ഒബ്ലിക് പെരികാർഡിയൽ സൈനസ് ഉണ്ട്. ഇതിൻ്റെ റിലേഷൻ അറിയലാണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഒബ്ലിക് പെരികാർഡിയൽ സൈനസ് ഈ റീജിയനിലാണ് കാണുന്നത്. ഇതാണ് ഒബ്ലിക് പെരികാർഡിയൽ സൈനസ്. ഇതിൻ്റെ ഏതൊരു സൈഡായിട്ട് 4 പൾമണറി വീൻസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. 4 പൾമണറി വീൻസ്. ഇതിന് ഫ്രണ്ടിലായിട്ട് ആൻറ്റീരിയർ ആയിട്ട് കാണുന്നതാണ് ലെഫ്റ്റ് ഏട്രിയം കാണും. ഇതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് സീറസ് പെരികാർഡിയത്തിൻ്റെ പെറൈറ്റൽ ലെയറാണ് ബിഹൈൻഡ് കാണുന്നത്. ഇനി അടുത്തത് ട്രാൻസ്വേഴ്സ് പെരികാർഡിയൽ സൈനസ്. സോ ഇതാണ് ട്രാൻസ്വേഴ്സ് പെരികാർഡിയൽ സൈനസ്. അതിന് ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്നത് അയോർട്ടുണ്ട്, പൾമണറി ട്രങ്കും ഉണ്ട്. അതിന് ബിഹൈൻഡ് പോസ്റ്റീരിയറി കാണപ്പെടുന്നത് SVC ആണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് അതിന് താഴെ ബിലോ ആയിട്ട് കാണുന്നതാണ് ലെഫ്റ്റ് ഏട്രിയം. ഈ റിലേഷൻസ് അറിഞ്ഞേക്കണം. ഇത് ഹാർട്ടിൻ്റെ സ്റ്റെർണോ കോസ്റ്റൽ വ്യൂ ആണ്. ഇതിൽ റൈറ്റ് ബോർഡർ ഉണ്ട്. ഹാർട്ടിന് റൈറ്റ് ബോർഡർ ഫോം ചെയ്യുന്നത് റൈറ്റ് ഏട്രിയം ആണ്. അത് SVC മുതൽ IVC സുപ്പീരിയർ വീന കാവ മുതൽ ഇൻഫീരിയർ വീന കാവ വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അടുത്തത് ലെഫ്റ്റ് ബോർഡർ ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് ഓറിക്കിളും
ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ് ഫോം ചെയ്യുന്നത്. ഇതിലുള്ള അപ്പാക്സ്, ഇതാണ് അപ്പാക്സ്. അപ്പാക്സ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. പിന്നെ ഇൻഫീരിയർ മാർജിൻ ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ആണ്. ഇൻഫീരിയർ മാർജിൻ അല്ലെങ്കിൽ ഇൻഫീരിയർ ബോർഡർ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇൻഫീരിയർ വീനാ കാവൽ ഓപ്പണിംഗ് മുതൽ ഹാർട്ടിൻ്റെ അപ്പാക്സ് വരെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഹാർട്ടിൻ്റെ അപ്പാക്സ് വരെ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബേസ് ഫോം ചെയ്യുന്നത് റൈറ്റ് ഏട്രിയം ഫോം ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ലെഫ്റ്റ് ഏട്രിയമാണ് 2/3 ഫോം ചെയ്യുന്നത്, റൈറ്റ് ഏട്രിയത്തിൻ്റെ 1/3 ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഫോം ചെയ്യുന്ന സർഫസാണ്. ഇത് റൈറ്റ് സർഫസ് ഫോം ചെയ്യുന്നത് റൈറ്റ് ഏട്രിയം. ഇതിൻ്റെ ലെഫ്റ്റ് സർഫസ് ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് ഓറിക്കിളും പ്ലസ് ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ്. ഇതിൻ്റെ ഡയഫ്രമാറ്റിക് സർഫസ് ഫോം ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിളുണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിളുണ്ട്. അതായത് 2/3 ലെഫ്റ്റ് വെൻട്രിക്കിളും 1/3 റൈറ്റ് വെൻട്രിക്കിളാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ആൻറ്റീരിയർ സർഫസ് ഉണ്ട്. ആൻറ്റീരിയർ സർഫസ് ഫോം ചെയ്യുന്നത് ഈ പറയുന്ന റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയം പിന്നെ റൈറ്റ് ഓറിക്കിൾ പ്ലസ് ലെഫ്റ്റ് ഓറിക്കിൾ ഇതിൻ്റെ പാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ ആൻറ്റീരിയർ ബോർഡർ ഫോം ചെയ്യുന്നത് ഇതിൽ 2/3 റൈറ്റ് വെൻട്രിക്കിളും 1/3 ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ് ഫോം ചെയ്യുന്നത്. സോ അടുത്തത് ക്രക്സ് ഓഫ് ദി ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രക്സ് ഓഫ് ദി ഹാർട്ട്. അതായത് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റവും ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റവും അട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റവും മൂന്നും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ക്രക്സ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ പറയുകയാണെങ്കിൽ ഇതിപ്പം അയോർട്ടാണെങ്കിൽ ഇതിന് ആൻറ്റീരിയർ പാർട്ടുണ്ട് പോസ്റ്റീരിയർ പാർട്ടുണ്ട്. ഈ ആൻറ്റീരിയർ പാർട്ടിൽ നിന്ന് വരുന്നതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി. അതായത് ആൻറ്റീരിയർ അയോർട്ടിക് സൈനസ് എന്ന് വരുന്നതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി. പോസ്റ്റീരിയർ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. ലെഫ്റ്റിൽ നിന്ന് വരുന്നതാണ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. അപ്പം പോസ്റ്റീരിയർ പാർട്ട് റൈറ്റിൽ നിന്ന് അയോർട്ടിക് സൈനസ് എന്ന് യാതൊരു ബ്ലഡ് വെസൽസും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് നോൺ കൊറോണറി സൈനസ് എന്നാണ് വിളിക്കുന്നത്. സോ ഈ പറയുന്ന റൈറ്റ് കൊറോണറി ആർട്ടറി അയോർട്ടിക് സൈനസ് എന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് സോ ഇത് പൾമണറി ട്രങ്കാണ്, ഇത് അയോർട്ട. അപ്പം പൾമണറി ഇത് റൈറ്റ് ഓറിക്കിൾ. ഇറ്റ് ഡിസെൻസ് ബിറ്റ്വീൻ പൾമണറി ട്രങ്ക് ആൻഡ് റൈറ്റ് ഓറിക്കിൾ. എന്നിട്ട് റൈറ്റിലുള്ള റൈറ്റ് അട്രിയം റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലൂടെ ഡിസെൻഡ് ചെയ്യും. അത് ഇൻഫീരിയർ മാർജിനിലെത്തിയിട്ട് അത് ഇൻഫീരിയർ ബോർഡറിലെത്തിയിട്ട് അത് വൈൻഡ് അറൗണ്ട് ചെയ്തിട്ട് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് അട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ എത്തും. എന്നിട്ടത് ഇറ്റ് റീച്ചസ് ദി ക്രക്സ് ഓഫ് ദി ഹാർട്ട്. അതായത് ഹാർട്ടിൻ്റെ ക്രക്സിലെത്തും. ഈ ഹാർട്ടിൻ്റെ ക്രക്സിലെത്തുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന് വരുന്ന ഒരു ബ്രാഞ്ചാണ് സർക്കംഫ്ലെക്സ് ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഇതുമായിട്ട് അനാസ്റ്റമോസ് ചെയ്യും. ഇതിൽ നിന്നുള്ള ബ്രാഞ്ചസ് ആണ് ഒന്ന് റൈറ്റ് കോനസ് ആർട്ടറി. സോ ഇതാണ് റൈറ്റ് കോനസ് ആർട്ടറി. ഇത് പൾമണറി ട്രങ്കാണ്. ഈ പൾമണറി ട്രങ്കിൻ്റെ ഇൻഫണ്ടിബുലം, ഈ റീജിയൻ ഇൻഫണ്ടിബുലത്തിലേക്ക് കൊടുക്കുക ചെയ്യാം. പക്ഷേ ചില കേസസിൽ ഈ പറയുന്ന റൈറ്റ് കോണസ് ആർട്ടറി ഇത് ഡയറക്റ്റായിട്ട് അയോർട്ടിക് സൈനസ് എന്ന് ഒറിജിനേറ്റ് ചെയ്യും.
അങ്ങനെ ഡയറക്റ്റായിട്ട് അയോർട്ടിക് സൈനസ് എന്ന് ഒറിജിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് തേർഡ് കൊറോണറി ആർട്ടറി എന്നാണ് വിളിക്കുക. തേർഡ് കൊറോണറി ആർട്ടറി. സോ രണ്ടാമത്തെ ബ്രാഞ്ചാണ് എസ് എ നോഡൽ ആർട്ടറി. ഈ എസ് എ നോഡൽ ആർട്ടറി, സോ ഇതാണ് എസ് എ നോഡൽ ആർട്ടറി. അതായത് ഈ പറയുന്ന ഇത് അസെൻഡ് ചെയ്യണം. അതായത് ഇത് അസെൻഡിങ് അയോർട്ടാണ്, റൈറ്റ് ഓറിക്കിൾ. അതിൻ്റെ ഇടയിൽ കൂടി അത് മുകളോട്ട് പോവുക, അസെൻഡ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് വൈൻഡ് ചെയ്തിട്ട് എസ് എ നോഡിന് സപ്ലൈ ചെയ്യും. ഒരു 65% കേസസിൽ എസ് എ നോഡൽ ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്ന റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്നാണ്. എന്നാൽ ഒരു 35% കേസിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സർക്കംഫ്ലക്സ് ആർട്ടറി എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുക. സർക്കംഫ്ലക്സ് ആർട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഈ ബ്രാഞ്ച്. അതായത് വെൻട്രിക്കിൾസിൻ്റെ ആൻറ്റീരിയർ പാർട്ടിനെ സപ്ലൈ ചെയ്യും. അതായത് റൈറ്റ് സൈഡഡ് ആൻറ്റീരിയർ വെൻട്രിക്കുലർ റാമൈ എന്ന് പറഞ്ഞ ഈ ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്നത് വെൻട്രിക്കിൾസിലെ ആൻറ്റീരിയർ പാർട്ട്, റൈറ്റ് വെൻട്രിക്കിളിലെ ആൻറ്റീരിയർ പാർട്ടിനെ സപ്ലൈ ചെയ്യും. നാലാമത്തെ ബ്രാഞ്ചാണ് റൈറ്റ് മാർജിനൽ ആർട്ടറി. സോ ഇതാണ് ഈ പറയുന്ന റൈറ്റ് മാർജിനൽ ആർട്ടറി. ഇത് ഇങ്ങനെ പോയിട്ട് ഹാർട്ടിൻ്റെ അപ്പാക്സ് വരെ എത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അക്യൂട്ട് മാർജിനൽ ആർട്ടറി. ഇതും റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. സോ ഇതിൻ്റെ അവസാനത്തെ ബ്രാഞ്ചാണ് പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ ആർട്ടറി. സോ ഇതാണ് പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ ആർട്ടറി. ഇത് വരുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന്. പക്ഷേ വളരെ ചില കേസസിൽ ഇത് സർക്കംഫ്ലക്സ് ആർട്ടറിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ചില കേസിൽ, സം കേസസ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലാർ ആർട്ടറി അത് സപ്ലൈ ചെയ്യുന്നത് ഇത് ഡയഫ്രമാറ്റിക് സർഫസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സെപ്റ്റൽ ബ്രാഞ്ച് കൊടുക്കും. സെപ്റ്റൽ ബ്രാഞ്ച്, ഈ സെപ്റ്റൽ ബ്രാഞ്ച് കൊടുത്താൽ അത് പോസ്റ്റീരിയർ 1/3 ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യും. മാത്രമല്ല ഇവിടെ നിന്നാണ് ഈ പോസ്റ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലാർ ആർട്ടറിയിൽ നിന്നാണ് എ വി നോഡിലേക്കുള്ള ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോർമലി വരുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്നാണ് പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി വരുന്നത്. സോ അടുത്തത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അയോർട്ടിക് സൈനസ് എന്ന് വന്ന് ഇത് പൾമണറി ട്രങ്ക്, ഇത് ലെഫ്റ്റ് ഓറിക്കിൾ. പൾമണറി ട്രങ്കും ലെഫ്റ്റ് ഓറിക്കിളും ഇടയിൽ കൂടി വന്നിട്ട് അപ്പോൾ തന്നെ അത് ഡിവൈഡ് ചെയ്യും. ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി, ഇത് സർക്കംഫ്ലക്സ് ആർട്ടറി. ഈ ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി അത് ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ഗ്രൂവിലൂടെ പോയിട്ട് ഇൻഫീരിയർ മാർജിനിൽ വൈൻഡ് അറൗണ്ട് ചെയ്ത് ഇവിടെ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ഉണ്ട്, ഇതുമായിട്ട് അനാസ്റ്റമോസിസ് ചെയ്യും. മാത്രമല്ല ഇതിന് അക്കമ്പനി ചെയ്യുന്ന ഒരു വീനുണ്ട്. അതായത് ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി, ഇതിന് അക്കമ്പനി ചെയ്യുന്ന വീനാണ് ഗ്രേറ്റ് കാർഡിയാക്ക് വീനാണ് അക്കമ്പനി ചെയ്യുന്നത്. സോ ഈ പറയുന്ന ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി ബ്രാഞ്ചസ് കൊടുക്കും. സോ ഇതാണ് ഒരു ബ്രാഞ്ച്, സെപ്റ്റൽ ബ്രാഞ്ച് കൊടുക്കും. ഈ സെപ്റ്റൽ ബ്രാഞ്ച് ആൻറ്റീരിയർ 2/3 ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യും. പിന്നെ വേറൊരു ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. സോ ഇത് ഡയഗണൽ ബ്രാഞ്ച് കൊടുക്കും. ഈ ഡയഗണൽ ബ്രാഞ്ച് നമ്മളെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ സർഫസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കും. മൂന്നാമത്തെ ഒരു ബ്രാഞ്ചാണ് വെൻട്രിക്കുലാർ റാമൈ. ഈ വെൻട്രിക്കുലാർ റാമൈ
ലെഫ്റ്റ് വെൻട്രിക്കിള്, റൈറ്റ് വെൻട്രിക്കിള്, ഇതിൻ്റെ സ്റ്റെർണോ കോസ്റ്റൽ സർഫസിലെ, അതായത് ഈ ആർട്ടറി പോകുന്ന ഈ റീജിയൻ, അവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റെർണോ കോസ്റ്റൽ സർഫസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കും. സോ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് സർക്കംഫ്ലെക്സ് ആർട്ടറി. സോ ഇതാണ് സർക്കംഫ്ലെക്സ് ആർട്ടറി. ഇത് ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതിൻ്റെ ഇടയിലൂടെ ഡിസെൻഡ് ചെയ്യും. ലെഫ്റ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. എന്നിട്ട് ലെഫ്റ്റ് ബോർഡറിൽ വൈൻഡ് അറൗണ്ട് ചെയ്തിട്ട് അത് ഹാർട്ടിൻ്റെ ഇറ്റ് റീച്ചസ് അറ്റ് ദി ക്രക്സ് ഓഫ് ദി ഹാർട്ട്. എന്നിട്ട് അത് ഇറ്റ് വിൽ അനാസ്റ്റമോസ് വിത്ത് റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്രാഞ്ചുമായിട്ട് അനാസ്റ്റമോസ് ചെയ്യും. ഈ സർക്കംഫ്ലെക്സ് ആർട്ടറി ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു മാർജിനൽ ആർട്ടറി കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി ഒരു ബ്രാഞ്ച്. രണ്ടാമത്തെ ബ്രാഞ്ചാണ് ലെഫ്റ്റ് മാർജിനൽ ആർട്ടറി. അത് ഹാർട്ടിൻ്റെ അപാക്സ് വരെ എത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഒബ്റ്റ്യൂസ് മാർജിനൽ ആർട്ടറി എന്ന് വിളിക്കുന്നുണ്ട്. സോ മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ, അതായത് 35% എസ്സേനോഡൽ ആർട്ടറി, അത് സപ്ലൈ ചെയ്യുന്നത് സർക്കംഫ്ലെക്സ് എന്നാണ് വരുന്നത്. നാലാമത്തെ ഒരു ബ്രാഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അട്രിയൽ ബ്രാഞ്ച് കൊടുക്കും. അതായത് അട്രിയത്തിലേക്ക് ബ്രാഞ്ച് കൊടുക്കും. ഈ അട്രിയയിലേക്ക് ബ്രാഞ്ച് കൊടുക്കുമ്പം ഈ അട്രിയത്തിലേക്ക്, അതായത് റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്ന് അട്രിയയുടെ വോളിലേക്ക് വരുന്ന ബ്രാഞ്ച്, അതും ഈ പറയുന്ന അട്രിയൽ ബ്രാഞ്ചും അനാസ്റ്റമോസ് ചെയ്യും. ഈ ആർട്ടറിയാണ് കൂഗൽസ് ആർട്ടറി എന്ന് പറയുന്ന ഈ ആർട്ടറിയാണ്. ഇനി ഹാർട്ടിൻ്റെ ഡോമിനൻസ്, അതായത് പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി നോക്കിയിട്ടാണ് നമ്മൾ ഡോമിനൻസ് നോക്കുക. ഈ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി അത് വരുന്നത് സർക്കംഫ്ലെക്സ് ആർട്ടറി എന്നാണെങ്കിൽ, സർക്കംഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് കൊറോണറി ഡോമിനൻസ് എന്നാണ് വിളിക്കുക. ഇത് ബാഡ് പ്രഗ്നോസിസ്, അതായത് ബാഡ് പ്രഗ്നോസിസ് ആണ് എന്ന് പറഞ്ഞാൽ മീൻസ് അവിടെ MI വരികയാണെങ്കിൽ ഹാർട്ടിനെ മേജോറിറ്റി എഫക്റ്റ് ചെയ്യും. അപ്പം നല്ലതല്ല, ഇറ്റ്സ് ബാഡ്. ഇനി ഈ പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി ആണെങ്കിൽ അത് റൈറ്റ് കൊറോണറി ഡോമിനൻസ് എന്നാണ് വിളിക്കുക. സോ മെജോറിറ്റി ആൾക്കാരിലും ഇങ്ങനെ കാണുന്നത്. ചില ആൾക്കാരിൽ ഈ പറയുന്ന പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി പ്ലസ് സർക്കംഫ്ലെക്സ് എന്നും. സോ ഇതിനെ വിളിക്കുന്നത് ബാലൻസ്ഡ് കൊറോണറി ഡോമിനൻസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് SA നോഡ്. ഈ SA നോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് SVC. ഈ SVC റൈറ്റ് ഏട്രിയമാണിത്. അതിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ജംഗ്ഷനിലാണ്. 1, 2, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇത് ക്രിസ്റ്റ ടെർമിനാലിസ്. അപ്പോൾ ഈ ക്രിസ്റ്റ ടെർമിനാലിസിൻ്റെ അപ്പർ പോർഷനിൽ, അതായത് അപ്പർ എൻഡ് ഓഫ് ക്രിസ്റ്റ ടെർമിനാലിസ്, അല്ലെങ്കിൽ ജംഗ്ഷൻ ഓഫ് SVC ആൻഡ് റൈറ്റ് ഏട്രിയം, അല്ലെങ്കിൽ ഇവിടെ ഇത് പോസ്റ്റീരിയർ സ്മൂത്ത് ആയിട്ടുള്ള വോളം, ആൻറ്റീരിയർ റഫ് ആയിട്ടുള്ള വോളം, അതിൻ്റെ ജംഗ്ഷനിൽ, അതായത് പോസ്റ്റീരിയർ സ്മൂത്ത് വോളും ആൻറ്റീരിയർ റഫ് വോളും ഇതിൻ്റെ ജംഗ്ഷനിൽ റൈറ്റ് ഏട്രിയത്തിൽ ഇവിടെയാണ് SA നോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. AV നോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രയാങ്കിൾ ഓഫ് കോച്ച് ഈ റീജിയനാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ട്രയാങ്കിൾ ഓഫ് കോച്ച് എന്ന് പറഞ്ഞാൽ ഇത് കൊറോണറി സൈനസ്, ഇത് ടെൻഡൺ ഓഫ് ടൊഡാറോ,
ടെൻഡൺ ഓഫ് ടൊഡാറോ. ആൻഡ് ഇത് ട്രൈകുസ്പിഡ് എ ബി സി. സോ സി എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് സെപ്റ്റൽ ലീഫ്ലെറ്റ്. സോ ഇത് മൂന്നും ജോയിൻ ചെയ്താൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിളാണ് ട്രയാങ്കിൾ ഓഫ് കോച്ച്. ഇവിടെയാണ് എ വി നോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് എസ് എ നോഡുണ്ട്, സപ്ലൈ ചെയ്യും എ വി നോഡിന്. ഈ എ വി നോഡ് ബണ്ടിൽ ഓഫ് ഹിസ്, അത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചുമായിട്ട് മാറും. സോ ഇതിൽ എസ് എ നോഡും എ വി നോഡും സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറി. ബണ്ടിൽ ഓഫ് ഹിസ്, സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ബണ്ടിൽ ഓഫ് ഹിസ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ഇത് സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. അപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ നിന്നുണ്ടാകുന്ന പോസ്റ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറിയിൽ നിന്ന് ഒരു ബ്രാഞ്ച് ഈ ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിലേക്കും വരുന്നുണ്ട്. അപ്പം റൈറ്റ് കൊറോണറി ആർട്ടറി, നമ്മളെ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൽ ഈ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചിന് മാത്രം റൈറ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യാത്തത്. സോ നമ്മൾ റൈറ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യാത്ത ഒരേ ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൽ ഒരേ ഒരു ഇത് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചാണ്. സോ ഇതാണ് കൊറോണറി സൈനസ്. ഈ കൊറോണറി സൈനസ് എന്ന് വരുന്നതാണ് മിഡിൽ കാർഡിയാക് വീന്. അതായത് പോസ്റ്റീരിയർ ഇൻ്റർ വെൻട്രിക്കുലർ ആർട്ടറിനെ അക്കമ്പനി ചെയ്യുന്ന വീന് മിഡിൽ കാർഡിയാക് വീന് ഒന്ന്. രണ്ടാമത്തെ ബ്രാഞ്ചാണ് സ്മോൾ കാർഡിയാക് വീന്. സ്മോൾ കാർഡിയാക് വീന്. മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഗ്രേറ്റ് കാർഡിയാക് വീന്. സോ ഗ്രേറ്റ് കാർഡിയാക് വീന്. ഇതിനെ അക്കമ്പനി ചെയ്യുന്ന ആർട്ടറീസാണ് സർക്കംഫ്ലക്സ് ആർട്ടറിയും ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറി. ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറിയും ഇതിനെ അക്കമ്പനി ചെയ്യും. സോ ഇതാണ് ഗ്രേറ്റ് കാർഡിയാക് വീന്. സർക്കംഫ്ലക്സ് ആർട്ടറിനെയും ആൻറ്റീരിയർ ഇൻ്റർവെൻട്രിക്കുലർ ആർട്ടറിനെയും അക്കമ്പനി ചെയ്യുന്നുണ്ട്. പിന്നൊരു ബ്രാഞ്ചാണ് ഈ ബ്രാഞ്ച് റൈറ്റ് മാർജിനൽ വീൻ. റൈറ്റ് മാർജിനൽ വീൻ ഇതും കൊറോണറി സൈനസിലേക്ക് തന്നെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പക്ഷേ രണ്ട് ബ്രാഞ്ച്, അതായത് ഈ രണ്ട് ബ്രാഞ്ച് ആൻറ്റീരിയർ കാർഡിയാക് വീൻ, ഇത് രണ്ടും ഡ്രെയിൻ ചെയ്യുന്നത് കൊറോണറി സൈനസിലേക്കല്ല, പകരം അത് നേരിട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ കൊറോണറി സൈനസ് വന്ന് ഡ്രെയിൻ ചെയ്യുന്നത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് റൈറ്റ് ഏട്രിയം, അതായത് പോസ്റ്റീരിയർ സ്മൂത്ത് പാർട്ട് ഓഫ് റൈറ്റ് ഏട്രിയം. ഇതാണ് കൊറോണറി സൈനസ്. ഇവിടെ ഒരു വാൾവ് ഉണ്ട് ഇതിനെ ഗോഡ് ചെയ്തിട്ട്. ആ വാൾവാണ് തെബേസിയൻ വാൾവ്. സോ ഇതിൻ്റെ ട്രിബ്യൂട്ടറീസിൽ രണ്ട് ബ്രാഞ്ചസ് വിട്ടുവയ്ക്കും. ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ ഒബ്ലിക്ക് വീന് ഓഫ് ലെഫ്റ്റ് ഏട്രിയം. ഒബ്ലിക്ക് വീൻ ഓഫ് ലെഫ്റ്റ് ഏട്രിയം. ആൻഡ് ആറാമത്തത് പോസ്റ്റീരിയർ വീൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതും കൊറോണറി സൈനസിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ സ്മോൾ കാർഡിയാക് വീൻ ഇതിനോട് അക്കമ്പനി ചെയ്യുന്ന ആർട്ടറി ഏതാ വെച്ചാൽ റൈറ്റ് കൊറോണറി ആർട്ടറിയാണ്. സോ അടുത്തത് ഹാർട്ടിൻ്റെ ഇൻറ്റീരിയറാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ റൈറ്റ് ഏട്രിയം. ഈ റൈറ്റ് ഏട്രിയത്തിൽ ഇതിന് പോസ്റ്റീരിയർ ആയിട്ടുള്ള സ്മൂത്ത് വോളുണ്ട്, ആൻറ്റീരിയർ ആയിട്ടുള്ള റഫ് വോളുണ്ട്. ഇത് ആൻറ്റീരിയറാണ് റഫ് വോള്. ഇവിടേക്കാണ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത്. പോസ്റ്റീരിയർ സ്മൂത്ത് വോളിലേക്കാണ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം ഇത് കൊറോണറി സൈനസാണ്. കൊറോണറി സൈനസ് അതിനെ ഗോഡ് ചെയ്തിട്ട് തെബേഷ്യൻ വാൾവ്. IVC ഓപ്പണിംഗ്, SVC ഓപ്പണിംഗ്. ഇത് ഫോസ ഒവാലിസ് ആണ്. ഇത് ലിംബസ് ഫോസ ഒവാലിസ്. ഈ ഫോസ ഒവാലിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ അത് ഡിറൈവ് ചെയ്യുന്നത് സെപ്റ്റം പ്രൈമം
എംബ്രിയോളജിയിൽ ഡിസ്കസ് ചെയ്തത് സെപ്റ്റം പ്രൈമം. ലിംബസ് ഫോസ ഒവാലിസ് അത് ഡിറൈവ് ചെയ്യുന്നത് സെപ്റ്റം സിക്കുണ്ടം ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് ഈ ഫോസോവാലിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ഡിപ്രഷൻ, അത് ഫീറ്റൽ ലൈഫിൽ അവിടെ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിനെ ഷണ്ട് ചെയ്യാൻ ഫോസോവാലിസ് ഇതിലൂടെയാണ് ബ്ലഡ് പോയത്. ഫീറ്റൽ ലൈഫിൽ അവിടെ ഒരു ഹോളായിരുന്നു, ഫൊറാമൻ ഒവെയിൽ എന്ന് പറഞ്ഞ ഇത്. ഫൊറാമൻ ഒവെയിൽ ഒരു ഓപ്പണിംഗ് ആണ്. സോ ഇവിടെ കാണുന്നത് ട്രൈക്കുസ്പിഡ് വാൾവാണ് ഇത്. പിന്നെ മസ്കുല പെക്ടിനാറ്റി എന്ന് പറയുന്ന മസിലുണ്ട്. ഇത് ക്രിസ്റ്റ ടെർമിനാലിസ് എന്ന് പറഞ്ഞാൽ ഒരു റിഡ്ജാണ്. സോ ഇവിടെയുള്ള IVCനെ ഗാർഡ് ചെയ്തിട്ട് ഒരു വാൾവുണ്ട്, യൂസ്റ്റാച്ചിയൻ വാൾവ്. നേരത്തെ പറഞ്ഞ കൊറോണറി സൈനസ് ആണെങ്കിൽ അതിനെ ഗാർഡ് ചെയ്യുന്ന തെബേഷ്യൻ വാൾവ്. സോ ഈ കേസിൽ ഇതാണ് ഇൻഫ്ലോ പാർട്ട്. അപ്പം ഇൻഫ്ലോ പാർട്ട് റഫാണ്, എന്നാൽ ഔട്ട്ഫ്ലോ പാർട്ട് സ്മൂത്താണ്. ഇത് ഇൻഫണ്ടിബുലം. ഔട്ട്ഫ്ലോ പാർട്ട് സ്മൂത്താണ്. പിന്നെ ഇവിടെ ഒരു ക്രസ്റ്റ് ഉണ്ട്, സുപ്രാ വെൻട്രിക്കുലാർ ക്രസ്റ്റ്. ആൻഡ് ഇവിടെ ഈ പറയുന്ന ഇത് റൈറ്റ് വെൻട്രിക്കിളാണ്. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ ഇവിടെ സെപ്റ്റോ മാർജിനൽ ട്രബിക്യുളെ. ഈ സെപ്റ്റോ മാർജിനൽ ട്രബിക്യുളേക്ക് റിഡ്ജസ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, പില്ലറുണ്ട്. സോ ഈ പറയുന്ന റിഡ്ജസ് എന്ന് പറഞ്ഞാൽ അതിവിടെ കാണുന്ന ലീനിയർ എലിവേഷൻസ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന സുപ്രാ വെൻട്രിക്കുലർ ക്രസ്റ്റ്. അതായത് ഈ റീജിയനിൽ കാണുന്ന സുപ്രാ വെൻട്രിക്കുലർ ക്രസ്റ്റ്. പിന്നെ അടുത്ത ബ്രിഡ്ജസ് ഉണ്ട്. സോ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് ഫിക്സഡ് ആയിരിക്കും, നടുവിൽ ഫ്രീ ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിളാണ്, ഇപ്പം ഇത് വെൻട്രിക്കിളിൻ്റെ സെപ്റ്റൽ വോളിൽ നിന്ന് ആൻറ്റീരിയർ പാപ്പിലറി മസിൽസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ സാധനം അത് മോഡറേറ്റർ ബാൻഡാണ്, അഥവാ സെപ്റ്റോ മാർജിനൽ ട്രബിക്യുളെ ബ്രിഡ്ജിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മോഡറേറ്റർ ബാൻഡ്. ഈ മോഡറേറ്റർ ബാൻഡ് നമ്മളുടെ റൈറ്റ് വെൻട്രിക്കിൾ ഓവർ ഡിസ്റ്റൻഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. റൈറ്റ് വെൻട്രിക്കിൾ ഓവർ ഡിസ്റ്റൻഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് സെപ്റ്റോ മാർജിനൽ ട്രബിക്യുളെ. പിന്നെ ഇവിടെ പില്ലറുണ്ട്. സോ ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യാനുള്ളത്, this septo marginal trabecula it contains right bundle branch. സോ മൂന്നാമത്തെ വരുന്നതാണ് പില്ലർ. ഈ പില്ലറിൽ വരുന്നതാണ് എക്സാമ്പിളാണ് പാപ്പിലറി മസിൽസ്. സോ ഇതാണ് പാപ്പിലറി മസിൽസ്. ഈ പാപ്പിലറി മസിൽസ് അതായത് ഇതിൻ്റെ ബേസ് ഫിക്സഡ് ആയിരിക്കും, പക്ഷേ അപ്പാക്സ് ഫ്രീ ആയിരിക്കും. പില്ലറിൻ്റെ കേസിൽ ബേസ് ഫിക്സഡ് ആണ്, അപ്പാക്സ് ഫ്രീ ആണ്. അതിൻ്റെ അപ്പാക്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോർഡ ടെൻഡിനയിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു കാര്യം പറയാനുള്ള, റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ തിക്കാണ്, എന്നാൽ റൈറ്റ് വെൻട്രിക്കിൾ തിന്നാണ്. റൈറ്റ് വെൻട്രിക്കിളിൽ 3 പാപ്പിലറി മസിൽസ് ഉണ്ട്, എന്നാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ 2 പാപ്പിലറി മസിൽസാണ് ഉള്ളത്. റൈറ്റ് വെൻട്രിക്കിളിൽ മോഡറേറ്റർ ബാൻഡ് ഉണ്ട്, എന്നാൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ മോഡറേറ്റർ ബാൻഡ് ആബ്സെൻ്റ് ആണ്. അടുത്ത ഏറ്റവും അവസാനമായിട്ട് ഹാർട്ടിൻ്റെ നെർവ് സപ്ലൈ. ഹാർട്ടിന് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പ്ലെക്സസും ഉണ്ട്, ഡീപ്പ് ആയിട്ടുള്ള പ്ലെക്സസും ഉണ്ട്. ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പ്ലെക്സസ് കാണുന്നത്, അതായത് നമ്മൾ ആർച്ച് ഓഫ് അയോർട്ടയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് സൂപ്പർഫിഷ്യൽ പ്ലെക്സസ് കാണുന്നത്. ട്രെക്കിയെ ബൈഫർക്കേറ്റ് ചെയ്യുന്ന ഫ്രണ്ടിൽ അവിടെയാണ് ഡീപ്പ് പ്ലെക്സസ് കാണുന്നത്. പിന്നെ ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഗാംഗ്ലിയോൺ ഓഫ് റിസ്ബർഗ്. ഈ ഗാംഗ്ലിയോൺ ഓഫ് റിസ്ബർഗ് എന്ന് പറഞ്ഞാൽ അത് സൂപ്പർഫിഷ്യൽ പ്ലെക്സസിൽ ഉള്ള നെർവാണ്. ഈ ഗാംഗ്ലിയോൺ ഓഫ് റിസ്ബർഗിൻ്റെ പണി
ഇത് സൂപ്പർഫിഷ്യൽ പ്ലക്സസിനെയും ഡീപ്പ് പ്ലക്സസിനെയും കണക്ട് ചെയ്യും. ഇതിൽ റൈറ്റ് ഇതിൽ സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഉണ്ട്. സിമ്പത്തറ്റിക് നെർവ്സ് വരുന്നത് സുപ്പീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ. സോ റൈറ്റിൽ സിമ്പത്തറ്റിക് സുപ്പീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ, മിഡിൽ സെർവൈക്കൽ ഗാംഗ്ലിയോൺ, ഇൻഫീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ T1 to T5. പാരാസിമ്പത്തറ്റിക് വേഗസ് സ്റ്റിമുലേഷനാണ്. അത് സുപ്പീരിയർ സെർവൈക്കൽ കാർഡിയാക് ബ്രാഞ്ച്, ഇൻഫീരിയർ സെർവൈക്കൽ കാർഡിയാക് ബ്രാഞ്ച്, റിക്കറൻറ്റ് ലാരിംഗ്വൽ നെർവ് ഉണ്ട്. ലെഫ്റ്റിലും ഇതേമാതിരി തന്നെ സിമ്പത്തറ്റിക് സുപ്പീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ, മിഡിൽ സെർവൈക്കൽ ഗാംഗ്ലിയോൺ, ഇൻഫീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോൺ T1 to T5 ആണ്. പാരാസിമ്പത്തറ്റിക് ലെഫ്റ്റ് വേഗസ് സപ്ലൈ ചെയ്യും, സുപ്പീരിയർ സെർവൈക്കൽ കാർഡിയാക് ബ്രാഞ്ച്, ഇൻഫീരിയർ സെർവൈക്കൽ കാർഡിയാക് ബ്രാഞ്ച്, റിക്കറൻറ്റ് ലാരിംഗ്വൽ നെർവ്. സോ അറിയേണ്ടത് ലെഫ്റ്റിലുള്ള സുപ്പീരിയർ സെർവൈക്കൽ ഗാംഗ്ലിയോണും ഇൻഫീരിയർ സെർവൈക്കൽ കാർഡിയാക് ബ്രാഞ്ച് ഇത് രണ്ടുമാണ് എന്ത് സൂപ്പർഫിഷ്യൽ പ്ലക്സസ് ഫോം ചെയ്യുന്നത്. ബാക്കി കംപ്ലീറ്റ് ഡീപ്പ് പ്ലക്സസാണ്, ഡീപ്പ് പ്ലക്സസിൽ വരുന്നു. സോ ദിസ് കംപ്ലീറ്റ് ദി ഹാർട്ട് ആൻഡ് പെരികാർഡിയം.